വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ മന്ത്രിയും RJD നേതാവുമായ നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ഉദ്യോഗസ്ഥർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കഴിഞ്ഞ ഡിസംബറിലാണ് കേസിൽ ഹൈക്കോടതി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ടത്. 1999 ഫെബ്രുവരി 27 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഫോണിൽ നിർദ്ദേശിച്ച പ്രകാരം ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തിയ ഉദ്യോഗസ്ഥയെ ചർച്ച കഴിഞ്ഞ ശേഷം മടങ്ങുന്ന സമയം 1-ാം നമ്പർ മുറിയിൽ വെച്ച് കടന്നുപിടിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി ലഭിച്ചിരുന്നത്. കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നീലലോഹിതദാസൻ നാടാരെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മുൻ മന്ത്രിയും RJD നേതാവുമായ നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ലൈംഗിക അതിക്രമ കേസിലായിരുന്നു ഇത്തരത്തിൽ മുൻ മന്ത്രിയും RJD നേതാവുമായ നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി മുൻപ് വെറുതെ വിട്ടിരുന്നു. ഈ ഒരു ഹൈക്കോടതി വിധിയെ ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുകയാണ്. ഹൈക്കോടതി വിധിക്കെതിരെ പരാതിക്കാരി അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു അപ്പീൽ സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. വനം വകുപ്പ് മുൻ ഉദ്യോഗസ്ഥർ നൽകിയ അപ്പീലാണ് ഇപ്പോൾ ഇവർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് കേസിൽ ഹൈക്കോടതി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ടത്. 1999 ഫെബ്രുവരി 27 ഈ ഒരു കേസ് നടക്കുന്നത്. അന്ന് വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഫോണിൽ നിർദ്ദേശപ്രകാരം ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തി ഉദ്യോഗസ്ഥയെ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന സമയം 1-ാം നമ്പർ മുറിയിൽ വെച്ച് കടന്നു പിടിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതിക്കാരിയുടെ പ്രധാന പരാതി. ഈ ഒരു കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നീലലോഹിതദാസൻ നാടാരെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ ഒരു നടപടി ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുകയാണ്. പരാതിക്കാരിയുടെ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്.